പ്രതിനെ അതുകൊണ്ടാ പാമ്പ് തവളേനെ പിടിക്കുവോ? ദേ രണ്ടെണ്ണം 2 സ്ഥലത്തായിട്ട് 2 തീയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പുറത്തുള്ളതെല്ലാം കണ്ടു, ഇനി അകത്തോട്ടൊന്ന് നോക്കാം. അതിനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ രക്ഷിച്ചാലോ? ആ തവള ഇനി രക്ഷിക്ക്. എടുക്കട്ടെ? എടുത്തു. തവളേനെ എടുത്തിട്ടുണ്ട്. തവളേനെ എടുത്ത് പാമ്പിനെ കൂടെ നിർത്താലോ? പിന്നെ പാമ്പിനെ കൂടി അങ്ങ് എടുക്കാല്ലോ. കാരണം പ്രജിനാണെങ്കിൽ ഫയർഫോഴ്സിലൊക്കെ നിന്നുകൊണ്ട് ഇതൊക്കെ പാമ്പിനെ കൂടി പിടിച്ചോ. ഇങ്ങനെ പോരി. പാമ്പിനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ്. പാമ്പ് മാത്രമല്ല, കാക്കയുണ്ട് ചേട്ടാ. അങ്ങനെ നമ്മുടെ ചേട്ടനും ഇവിടെ ഉണ്ട്. ഇതൊരു മലയാളിയാണ്. കണ്ടുപിടുത്തങ്ങളിലെ വലിയൊരു സംഭവം. നമ്മൾ കാണാൻ വന്ന സാധനം ഇതാണ്. ഇത് എന്താന്ന് അറിയുമ്പോ എല്ലാവരും ഞെട്ടിപ്പോത്തല്ല. ഇത് മാത്രമല്ല, ഇനിയുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേരെന്തുവായിരുന്നു? രാജീവ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ഇദ്ദേഹം ചെയ്യുന്ന വർക്കുകളെല്ലാം ഇപ്പം ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് വെറുതെ കളയുന്ന, നമ്മളൊക്കെ ഉപയോഗിച്ചിട്ട് കളയുന്ന സാധനം കൊണ്ടാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നില്ല. ഇതൊന്ന് പ്രവർത്തിച്ച് കാണിച്ചാലോ? ഇത് പ്രവർത്തിക്കാണ്. എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നത്? ഇതും തീയുടെ ചൂടി പ്രവർത്തിക്കുന്ന. ചെറുതായിട്ട് ഒന്ന് തീ കത്തിക്കണം. ഓ ശരി. ഇതെന്തോ സാധനം? ഇത് നമ്മൾ പുക ഇങ്ങോട്ട് മേലോട്ട് കൃത്യമായിട്ട് പോരാൻ. അല്ല ഇത് ടിന്നാ. ഇതിന്റെ ഈ സ്പ്രേ പെയിന്റ് അടിക്കുന്ന പാട്ടയുടെ ടിൻ. നമ്മൾ സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് കളയുന്ന സാധനമാണ് ഇതേ ഈ വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടുത്ത പരിപാടി ഇതെല്ലാം അതേപോലെ തന്നെ ഓരോ സാധനം കേട്ടോ. എല്ലാം നമ്മള് പിന്നെ ഇതിപ്പോ എടുത്തു കളയുന്ന സാധനങ്ങൾ. എടുത്തു കളയുന്ന. പിന്നെ വേറെ കുഴപ്പമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുകൊണ്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്യാഷ് മുടക്കി ചെയ്യാനായിട്ട് ഇതെല്ലാം നമ്മൾ വർക്കിംഗ് മോഡലും ഇതിന്റെ അളവുകൾ മാത്രം കിട്ടാനുണ്ടാക്കിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതേ, പുള്ളി ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി പൈസ കളയുന്നില്ല. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വീട് കണ്ടോ, ഈ വീട് പോലും അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുക അല്ലയോ? വാടകയ്ക്ക് താമസിക്കുക. കാരണം നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ അവിടെ കിട്ടുന്ന പാട്ടയും സാധനവും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിനെ കറക്റ്റ് ചെയ്യുക. ഇതിന്റെ അളവും മെഷർമെന്റ് മാത്രം ഒപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ആദ്യം തൊട്ടുള്ള സാധനങ്ങൾ ഇനി കാണാൻ പോകുന്ന ഇതിനെക്കാട്ടി അടിപൊളി സാധനങ്ങളാ. ഇതൊക്കെ വേസ്റ്റ് കമ്പിയാ. ഈ കമ്പി ഇതെന്തോ സാധനം? ഇത് മറ്റേ വയറിന്റെ കണക്ടറാ. അതും വേസ്റ്റ് ആയിട്ടുള്ള സാധനം. ഈ പൈപ്പോ? നമ്മളെ മരുന്നടിക്കുന്ന പമ്പിന്റെ അതിന്റെ പൈപ്പാ. ഇത് സാധാ കിടക്കുന്ന ഒരു തടി, ഒരു പ്ലൈവുഡ് അല്ലയോ? എല്ലാം വേസ്റ്റ് ആണ്. ഒരു സാധനം അല്ല അതിലെല്ലാം. ഇതൊരു പ്ലൈവുഡ്. ഈ സാധനം എന്തുവാ? ഇത് മറ്റേ ഈ ഫൈബറിന്റെ ഷീറ്റാ. ഓക്കെ. ഇദ്ദേഹത്തിന് വർക്ക് എന്താ നടത്തി? മേശിരിപ്പണിയാ. അപ്പൊ മേശിരിപ്പണിയുടെ കൂടാണ് ഈ സാധനമൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്കൊരു ചെറിയ താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇതിങ്ങനെ കൊണ്ടു നടക്കുമല്ലേ. അപ്പൊ നമുക്കതൊന്ന് വതുക്കെ കറക്കി ഇട്ട് നോക്കാം. ചെറുതായിട്ട് കണ്ടോ, ആ ഒറ്റ കറക്കിയിട്ടുള്ളൂ. ഇത് കണ്ടോ, വേറെ ഒന്നുമില്ല. ഇവിടെ വയറോ ഒരു സാധനവും കണക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു കത്തുന്ന അതിലാണ് ഇതിലേക്കൂടെ കറക്റ്റ് ആയിട്ട് വന്ന് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഒരു മലയാളി എന്ന് പറഞ്ഞാൽ നമ്മള് വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം അതേപോലൊരു സംഭവമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത തീ കത്തിച്ചിട്ടുണ്ട്. അടുത്ത എന്താന്ന് കാണാൻ സൂപ്പർ സാധനമാണ്. ഇതിന് അടിവശം ഒന്ന് കാണിച്ചേ. ആദ്യമേ അടിവശം കാണിക്കാം. ഫുള്ള് തീ കൊണ്ടുള്ള പരിപാടിയാ മൊത്തം. ഫുള്ള് ഇത് പൊക്കി ഇങ്ങനെ എടുത്തേക്കാം. ഇതിനകത്തൊന്നുമില്ല. ഈ സാധനം എന്തുവായിരുന്നു? അത് മിക്സിയുടെ. ഇത് കണ്ടോ, ഇത് മിക്സിയുടെ ജാറിന്റെ സാധനമാണ്. ഇത് ഈ കാണുന്നത് എല്ലാം വേസ്റ്റ് ആണ്. ഈ സാധനം ഇത് മേപ്പോട്ടൊക്കെ ഉള്ളതോ? ഇതെല്ലാം പിന്നെ കുറ്റികളാണ്. ഇതിന്റെ പാട്ടകളാ, എല്ലാം പാട്ടകളാ. ഇതൊക്കെ ഈ ഗ്ലാസിന്റെ ഒക്കെ പീസുകളാണ് ഈ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഷീറ്റുകൾ. അത് വേസ്റ്റ് ആയിട്ട് കട്ട് ചെയ്തത്. അപ്പൊ ഒന്ന് വെച്ചേ, അടുത്ത് വെച്ചേ. ഇനിയിപ്പോ ഇത് അതൊക്കെ ഇറക്കി വെച്ചിട്ട് ഫുള്ള് തീ കൊണ്ടുള്ള കളി മാത്രമേ ഉള്ളൂ. തീയിലാണ് കളി. തീ കണ്ടോളാം. തീ കൊണ്ടാണ്. ഇനി ഒരു മിനിറ്റ് അല്ലയോ? 1 മിനിറ്റ് മതി. 1 മിനിറ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി എന്തുവെന്നറിയാം. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പഴയ കാലത്ത് ഫാനൊക്കെ ഉണ്ട്. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലൊക്കെയുള്ള മണ്ണെണ്ണയിൽ കറങ്ങുന്ന ഫാനുകൾ, മണ്ണെണ്ണയിലെ ഫ്രിഡ്ജ്, അതുപോലെ മണ്ണെണ്ണ തേപ്പൊട്ടി, മണ്ണെണ്ണയുടെ ഹീറ്റർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കറണ്ട് വരുന്നതിന് മുമ്പ്. ശരിക്കും അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവമായിട്ട് ചെയ്തതാണ്. നിസാരമായിട്ട് പാട്ട പറക്കി അതുപോലുള്ള ഈ കമ്പികളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പാവപ്പെട്ട ഒരാൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെറിയ കാര്യമല്ല. കാരണം അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ലയത്തിലൊക്കെ കൊണ്ടുപോയി തോർന്ന് കട്ട് ചെയ്യുക. ഇതൊരു ലയത്തും ഇല്ല, ഒന്നുമില്ല. പുള്ളിയുടെ കയ്യിൽ എന്താണോ അതാ ഈ വല്ലവന് പുല്ലും ആയുധം എന്ന് പറയുന്നതിന്റെ കൂട്ട് കട്ട് ചെയ്ത് റെഡിയാക്കുക. ഇത് മുഴുവൻ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന മൊത്തം. ഇതുകൊണ്ട് ഇതിനകത്ത് പോകാനുള്ള സെറ്റപ്പ് എല്ലാം അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് റെഡിയാക്കിയേ. തൊട്ടാ മതി, കറക്കി പിടിയൊന്നും വേണ്ട, തൊട്ടാ മതി. അടിപൊളിയായിട്ട് കറങ്ങുന്ന കണ്ടോ. അത്യാവശ്യം കാറ്റ് കൊണ്ട് കണ്ടോ. ഇത് ഈ ലീഫും വലുതായി ഇതും വലുതായി കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടുമല്ലോ. ഇത് കണ്ടോ, നല്ല കാറ്റുണ്ട്. ഇതിനെ ഇങ്ങോട്ട് വന്നേ. ഇത് നോക്കിയേ, ഈ സംഭവം വർക്കിംഗ് നോക്കിയേ, കണ്ടോ. ക്യാമറ നോക്കിയിട്ടാ കാണാൻ പറ്റാത്ത നല്ല സ്പീഡിലാണ് ഇറങ്ങുന്നത്. അക്രിലിക്കിന്റെ ഷീറ്റാണ് ഇത് അക്രിലിക് ഷീറ്റ്. ഇതിന്റെ പുള്ളി എല്ലാം അക്രിലിക് ഷീറ്റാ വെച്ചേക്കുന്നത്. ചൂടാവാത്ത ഭാഗത്തെല്ലാം അക്രിലിക് ഷീറ്റും ബാക്കിയെല്ലാം അല്ലാതുള്ളത്. ഓ അതേല കണ്ടോ,
നമ്മൾ മുമ്പേ കണ്ടത് മാത്രമല്ല ഈ ലോറി ഒന്ന് കണ്ടേ, എത്ര വർഷം മുമ്പുള്ള ലോറിയാന്ന് നോക്കിയേ. ഇതിന്റെ വർക്കുകളെല്ലാം ഓരോ സൈഡും വളരെ കൃത്യമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ സൈഡൊക്കെ നോക്കിയേ, ഇതിന്റെ അടിവശമായാലും എല്ലാം വളരെ കൃത്യമായിട്ടാണ് ചെയ്തത്. ഇനി അടുത്തത് ഒരു ഓട്ടോ, പഴയ കാലത്തെ നമ്മുടെ സുന്ദരി ഓട്ടോയാണ്. അതും എല്ലാ സാധനവും കൃത്യമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഈ കാറ് കണ്ടോ, ഈ കാറിന്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കിയേ. ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന്റെ ബാക്ക് സൈഡ് നമ്പർ പ്ലേറ്റിന്റെ നമ്പറൊക്കെ എല്ലാം കറക്റ്റ് പഴയ രീതിയിൽ, ആ പെയിന്റിങ് ആയാലും എല്ലാം. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ ഇതാണ്, പുള്ളിക്കാരനെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും പുള്ളി ചെയ്തു കൊടുക്കും, ഇല്ലയോ? നമ്മൾ പുറത്തുള്ളതെല്ലാം കണ്ടു, ഇനി അകത്തോട്ടൊന്ന് നോക്കാം. കണ്ടോ, 1-2 സാധനമൊന്നുമല്ല, നിരത്തി വെച്ചിരിക്കുക. ഏതൊക്കെ ടൈപ്പ് സാധനം ഉണ്ടെന്ന് നോക്കിയേ. എല്ലാം ഇദ്ദേഹത്തിന്റെ കഴിവും മനസ്സും എല്ലാം കറക്റ്റായിട്ടുണ്ട്. പരുന്തും അതുപോലെ നേരത്തെ ചെയ്ത സാധനങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. ഇത് വെക്കാൻ തന്നെ സ്ഥലമില്ല ഇപ്പൊ നമുക്ക് വെക്കാൻ സ്ഥലമില്ല. രണ്ടെണ്ണം 2 സ്ഥലത്തായിട്ട് 2 തീയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മലയാളിയാണ്. വേസ്റ്റ് സാധനം, നമ്മൾ കളഞ്ഞ് തുരുമ്പിച്ച് പോകുന്ന സാധനം വെച്ച് എന്ന് പറഞ്ഞാൽ ഈ പുതിയതായിട്ട് മേടിക്കാനുള്ള പൈസ ഇല്ല അദ്ദേഹത്തിന്. അപ്പോൾ ഈ വേസ്റ്റ് സാധനങ്ങൾ വെച്ച് ഇത്രയും വലിയൊരു സംഭവമാണ്. നമ്മൾ പഴയ കാലത്ത് ചെയ്ത അതേ സാധനത്തെ തിരിച്ചു കൊണ്ടുവന്ന ഒരാളാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ, ഈ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ കോളേജ് സ്കൂളുകളിലൊക്കെ വലിയ എക്സിബിഷനുകൾ വരും. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ പലരും എന്നെ തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ഇതുപോലെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ കുട്ടികൾക്ക് വേണ്ടിയാന്നുള്ളത്. അങ്ങനെയുള്ളവർ വിളിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുമല്ലോ. തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. നമ്പർ ഇദ്ദേഹത്തിന് കൊടുത്തേക്കാം. വിളിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള എന്ത് സാധനവും അദ്ദേഹം ഉണ്ടാക്കി തരും. കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഡയൽ കേരള ചെയ്തിരുന്നു, അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട. ശരിക്കും നമ്മുടെ ഈ നേരത്തെ വർക്ക് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടോ? അല്ല, ഈ എഞ്ചിൻ ചെയ്തിട്ട് എനിക്ക് പെരുമൺ കോളേജിന് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് പോകാനൊരു അവസരം ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് പിന്നെ ബോംബെയിൽ നിന്ന് വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരാള്, പുള്ളി അവിടെ ലേറ്റ് നടന്നതാണ്. പുള്ളിയുടെ ചെലവിൽ തന്നെ കുറെ സാധനങ്ങൾ എനിക്ക് ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നല്ല മനസ്സുള്ള കുറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ സഹായിക്കാൻ പറ്റും. കാരണം ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ല. കാരണം വേസ്റ്റായിട്ട് കളഞ്ഞ സാധനങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സാധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇത് എന്ത് നോക്കിയത്, കറങ്ങുന്നതൊക്കെ നോക്കിയേ, എന്ത് ഭംഗിയാ നോക്കിയേ.